ആമയഞ്ചാൽ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട ജോയുടെ മൃതദേഹം ഇപ്പോൾ വീട്ടിലെത്തിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു. ആമയഞ്ചാൽ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട ജോയുടെ മൃതദേഹം ഇപ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വീട്ടിലെത്തിച്ചിരിക്കുകയാണ്. ജനപ്രതിനിധികളടക്കം അവിടെയുണ്ട്. 3 ദിവസത്തെ നിതാന്ത പരിശ്രമം, പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ നല്ല വാർത്ത വന്നില്ല. ജോയി മരിച്ചിരിക്കുന്നു. ജോയിയുടെ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തിയാക്കിയതിനു ശേഷം ഇപ്പോൾ മൃതദേഹം വീട്ടിലെത്തിച്ചിരിക്കുകയാണ്. സംസ്ഥാനം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ സമാനതയില്ലാത്ത രക്ഷാദൗത്യം, 3 ദിവസം നീണ്ട രക്ഷാശ്രമം. പക്ഷേ ഒടുക്കം പ്രതീക്ഷിച്ചത് നല്ല വാർത്തയായിരുന്നെങ്കിൽ പക്ഷേ ജോയെ ജീവനോടെ രക്ഷിക്കാനായില്ലെന്ന വിഷമം അതുപോലെ തന്നെ നിൽക്കുന്നു. ആ വിഷമം തളം കെട്ടിയ വീട്ടിലിപ്പോൾ മൃതദേഹം എത്തിച്ചിരിക്കുകയാണ്. ഹരികൃഷ്ണൻ ചേരുന്നു. ഹരികൃഷ്ണൻ, വിവരങ്ങൾ. സുഹൈൽ, അല്പസമയം മുമ്പാണ് ഈ വീട്ടിലേക്ക്, സഹോദരന്റെ വീട്ടിലേക്ക് ഈ ജോയിയുടെ മൃതദേഹം എത്തിച്ചിട്ടുള്ളത്. ഈ നഗരസഭയുടെ പ്രത്യേക ആംബുലൻസിലാണ് ഇങ്ങോട്ടേക്ക് ഈ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ പൊതുവർഷം വീട്ടിലേക്ക് ഈ അവസാനമായി ജോയിയെ കാണാനായി നാട്ടുകാരടക്കം ഒരുപാട് പേര് ആണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. മാരായമുട്ടത്തെ ഈ ജോയിയുടെ വീട്ടിലാണ് ഈ സംസ്കാര ജോയിയുടെ സഹോദരന്റെ വീട്ടിലാണ് ഈ പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം ഈ സംസ്കാര ചടങ്ങുകൾ, സംസ്കാര ശുശ്രൂഷകൾ പൂർത്തിയാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ തരത്തിലുള്ള ചടങ്ങുകളൊക്കെ, മരണാനന്തര ചടങ്ങുകളൊക്കെ ശേഷമായിരിക്കും സംസ്കാരം നടക്കുക എന്നുള്ളതാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഈ ജോയിയുടെ ഈ സഹോദരന്റെ വീടിന്റെ സമീപത്ത് ഈ സ്ഥലപരിമിതി, വലിയ രീതിയിലുള്ള സ്ഥലപരിമിതി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമീപത്തെ ഒരു പള്ളിയുടെ ഭൂമിയിലാണ് ഈ സംസ്കാരത്തിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ 47 മണിക്കൂറിന്റെ തിരച്ചിലിനൊടുവിലാണ് ജോയിയുടെ മൃതദേഹം ഇന്ന് രാവിലെ ഇത്തരത്തിൽ പാർവതി പുത്തനാറിന്റെ വശങ്ങളിൽ നിന്ന്, അതായത് ഈ വഞ്ചൂർ ഭാഗത്തു നിന്നും കണ്ടെടുത്തത്. അതിനുശേഷം ഇത്തരത്തിൽ കുടുംബം ഒന്നാകെ ജോയിയെ കാത്തിരിക്കുകയായിരുന്നു. ശനിയാഴ്ച രാവിലെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നുള്ളതാണ്. ശനിയാഴ്ച രാവിലെ 11 മണിയോടുകൂടി ശുചീകരണ പ്രവർത്തനത്തിന് ആമയിഴഞ്ചൽ തോട്ടിൽ ഇറങ്ങിയ ജോയിക്കാണ് ഇത്തരത്തിലൊരു ദാരുണാന്ത്യം ഉണ്ടായതെന്നുള്ളതാണ്. ഈ ജോയിക്ക് 2 സഹോദരിമാരും ഒരു സഹോദരനും അമ്മയുമാണ് ഉള്ളത്. അവിവാഹിതനാണ്. ഇത്തരത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന തൊഴിലാളിയാണ്. ഇത്തരത്തിൽ ഒരു അപകടം പ്രതീക്ഷിക്കാതെ, നനച്ചിരിക്കാതെ ഒരു അപകടം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുടുംബത്തെ ആകെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ഈ കാത്തിരിപ്പ് വിഫലമായി ഇനി മടങ്ങി വരില്ല എന്ന തരത്തിൽ ജോയി തിരിച്ചുവരവുകളില്ലാത്തൊരു ലോകത്തേക്ക് യാത്രയായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അത്യന്തം സങ്കടകരമായ കാഴ്ചയാണ്. കുടുംബം ഒന്നാകെ ഇത്തരത്തിൽ അന്ത്യോപചാരം അർപ്പിക്കുകയാണ് ജോയിക്കായി എന്നുള്ളതാണ്. ഏതായാലും നമ്മളൊക്കെയും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തവരും അത്തരത്തിൽ പോലീസും ഫയർഫോഴ്സും അഗ്നിരക്ഷാ സേനാംഗങ്ങളും എല്ലാവരും ഈ ജോയിയെ ജീവനോടെ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത് വിഫലമായി എന്നുള്ളതാണ്. വളരെ അത്യന്തം പരിശ്രമിച്ചു, ജോയിയെ തിരിച്ചു കൊണ്ടുവരുന്നതിനായി ശ്രമിച്ചു. പക്ഷേ അത് നടന്നില്ല. അത് അത്യന്തം സങ്കട കാഴ്ചയിലേക്ക് പോയി. കേരളത്തിന്റെ ആകെ നീറ്റിലായി എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ ഭരണ സംവിധാനത്തിന്റെയൊക്കെ ഒരു ബാക്യപത്രം എന്നോണം ഇത്തരത്തിലൊരു ഒരു അനാസ്ഥയുടെ ഇര എന്ന് വേണമെങ്കിൽ പറയാം ജോയിയെ. ഏതായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഈ സംസ്കാര ചടങ്ങുകൾ, അതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അധിക നേരം ഈ തരത്തിൽ വീട്ടിൽ ഈ പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പെട്ടെന്ന് തന്നെ ഈ സംസ്കാര ചടങ്ങ് പൂർത്തിയാക്കാനാണ് ഇവിടെ ഉള്ള ശ്രമിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഈ അവസാനമായി ഈ വീട്ടിലേക്ക്, അതായത് ജോയി താമസിച്ച ജോയിയുടെ വീട്ടിലേക്ക്, അത് മുകളിലേക്ക് കയറി പോകുന്ന ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇപ്പോൾ ഇവിടെ ഈ മൃതദേഹത്തിനൊപ്പം മേയറും ഡെപ്യൂട്ടി മേയറും ഒക്കെ അടക്കം അനുഗമിക്കുന്നുണ്ട്. കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുള്ള ജീവനക്കാരൊക്കെ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ജോയിയുടെ വീട്ടിലേക്ക്, അതായത് ജോയി താമസിച്ചിരുന്ന, ജോയിയും അമ്മയും മാത്രം താമസിച്ചിരുന്ന വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകുകയാണ് ഇപ്പോൾ.
അവിടേക്ക് എത്തിക്കുകയാണെന്നുള്ളതാണ്. അത് ജോയിയുടെ ഒരു അവസാനത്തെ ആഗ്രഹമായിരുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഇത്തരത്തിൽ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്, കുടുംബാംഗങ്ങളോട് അടക്കം പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. കാരണം ജോയി ഏറെ ആഗ്രഹിച്ചു വെച്ചിരുന്ന ഒരു വീടാണ്, അവിടേക്ക് കൊണ്ടുപോകണം. പക്ഷേ വഴി സൗകര്യമില്ല. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. വളരെ ബുദ്ധിമുട്ടിയാണ് അങ്ങോട്ടേക്ക് ഇത് ഉറ്റ ബന്ധുക്കളടക്കം എത്തിക്കുന്നതെന്നുള്ളതാണ്. അത്രയധികം പ്രയാസപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ അത്രയധികം കുടുംബത്തിന്റെ ഒരു ജോയിയുടെ ഒരു ആഗ്രഹം എന്ന പോലെ വീട്ടിലേക്ക്, മുകളിലേക്കുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതിനുശേഷം സംസ്കാര ചടങ്ങുകൾ, സംസ്കാര ശുശ്രൂഷകളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം ഉടൻ തന്നെ സംസ്കാരം. വീടെന്ന് വിളിക്കാൻ ആർഭാടങ്ങളൊന്നുമില്ലാത്തൊരു ചെറിയ കൂര, നല്ല രീതിക്ക് നടന്നു പോകാൻ പോലും വഴിയില്ല. വെറും 1500 രൂപ കൂലിക്ക് വേണ്ടിയാണ് ആ പാവം ആമയഞ്ചാൻ തോട്ടിൽ, സകല അഴുക്കും പുഴുപ്പും നിറഞ്ഞ ആമയഞ്ചാൻ തോട്ടിൽ വീണത്. ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കാതെ ആ കരാർ ഉടമ ആ പാവത്തിനെ അതിലേക്ക് ഇറക്കി വിട്ടു. അങ്ങനെ അതിൽ ഒഴുക്കിൽപ്പെടുന്നു. 2 ദിവസം, ഏകദേശം 48 മണിക്കൂർ, 3-ാം ദിവസത്തിലേക്ക് തെരച്ചിലിനൊടുവിൽ ജോയിയെ കണ്ടെത്തുന്നു. ഒരുപാട് അനാസ്ഥകൾ ഈ ഘട്ടങ്ങളിലെല്ലാം ഉണ്ടായിട്ടുണ്ടാവും. ഇത്രത്തോളം മാലിന്യം അടിഞ്ഞതിൽ പക്ഷേ കഴിവിന്റെ പരമാവധി രക്ഷാദൗത്യ സേന അദ്ദേഹത്തെ പുറത്തെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ നിർഭാഗ്യകരം ജോയിയെ നമുക്ക് ജീവനോടെ കിട്ടിയില്ല. അദ്ദേഹത്തിന് സംസ്കാര ചടങ്ങുകൾ ഉടൻ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ജോയിയുടെ മൃതദേഹം അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹരികൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.